ഇനി നോക്കാം കാർഷിക വാർത്തകൾ. കുരുമുളകിന് ഡിമാൻഡ് ഉയർന്നെങ്കിലും ആവശ്യത്തിന് ചരക്ക് കിട്ടാനില്ല. നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമില്ല. റബ്ബർ വില സ്ഥിരമായി തുടരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ കുരുമുളകിന് ഡിമാൻഡ് ഉയർന്നെങ്കിലും കയറ്റുമതി രാജ്യങ്ങളിൽ ചരക്ക് ക്ഷാമം തലയുയർത്തുന്നു. വിയറ്റ്നാമിൽ കുരുമുളക് വില വീണ്ടും ഉയർന്നെങ്കിലും കാർഷിക മേഖലകളിൽ നിന്നും പ്രാദേശിക ചെറുകിട വിപണികളിൽ ചരക്ക് വരവ് നാമമാത്രമായി ചുരുങ്ങി. നേരത്തെ വിദേശ ഷിപ്മെന്റുകൾ യഥാസമയം പൂർത്തിയാക്കാൻ അവർ ബ്രസീലിൽ നിന്ന് കുരുമുളക് സംഭരിച്ചാണ് കയറ്റുമതി നടത്തിയത്. പുതുവത്സര വേളയിൽ ഇക്കുറി പതിവിലും ഡിമാൻഡ് അനുഭവപ്പെടുമെന്ന സൂചനയാണ് യൂറോപ്യൻ വാങ്ങലുകാരെ ഉൽപാദന രാജ്യങ്ങളിലേക്ക് ആകർഷിച്ചത്. നാളികേരോൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമില്ല. മാസാരംഭം അടുത്തതിനാൽ പ്രാദേശിക ഡിമാൻഡ് മുന്നിൽ കണ്ട് മില്ലുകാർ എണ്ണവില പരമാവധി ഉയർത്താൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ചെറുകിട വിപണികളിൽ വിൽപ്പനാ തോത് കുറഞ്ഞത് വിലക്കയറ്റത്തിന് തടസ്സമായി. കാങ്കയത്ത് ഇന്ന് വെളിച്ചെണ്ണ വില 27,675 രൂപയിലും കൊച്ചിയിൽ നിരക്ക് 34,600 രൂപയിലുമാണ്. വരും ദിനങ്ങളിൽ എണ്ണവില ഉയർന്നാൽ നാളികേരത്തിന് മെച്ചപ്പെട്ട വില ഉറപ്പുവരുത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. കൊച്ചി, കോട്ടയം വിപണികളിൽ റബ്ബർ വിലയിൽ മാറ്റമില്ല. ടയർ വ്യവസായികളിൽ നിന്നും ഡിമാൻഡ് മങ്ങിയത് സ്റ്റോക്കിസ്റ്റുകളെ നിരാശരാക്കി. തെളിഞ്ഞ കാലാവസ്ഥയിൽ ടാപ്പിംഗ് ഊർജിതമാക്കാനുള്ള ശ്രമത്തിലാണ് ഒരു വിഭാഗം കർഷകർ. ചെറുകിട വിപണികളിൽ ഷീറ്റ്, ലാറ്റക്സ് വരവ് കുറഞ്ഞ അളവിലാണ്. 4ാം ഗ്രേഡ് റബ്ബർ കിലോ 185 രൂപയിലും 5ാം ഗ്രേഡ് 182 രൂപയിലും വ്യാപാരം നടന്നു. ജപ്പാൻ എക്സ്ചേഞ്ചിൽ റബ്ബർ കിലോ 337 yen വരെ ഉയർന്ന ഇടപാടുകൾ നടന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പച്ചക്കറി വിപണിയിൽ കത്തിക്കയറി മുരിങ്ങക്കായ വില. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും കിലോയ്ക്ക് 400 രൂപ വരെ എത്തിയതായി വ്യാപാരികൾ. സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിപ്പിലാണ്. 1 കിലോ തക്കാളിക്ക് 80 രൂപയായപ്പോൾ പലയിടത്തും മുരിങ്ങയ്ക്ക് കിലോ 400 രൂപ കടന്നു. ഡിസംബർ അവസാനം വരെ വിലവർധന തുടരാനാണ് സാധ്യതയെന്നാണ് വിപണിയിൽ നിന്നുള്ള വിവരം. മുരിങ്ങയ്ക്ക് വിലയാണ് റോക്കറ്റ് പോലെ കൂടിയത്. കോട്ടയത്ത് മുരിങ്ങയ്ക്ക് കിലോ 420 രൂപയാണ്. കോഴിക്കോട് മൊത്തവില 400-ഉം പാലക്കാട് 380-ഉമാണ്. എന്നാൽ കൊല്ലത്ത് പലയിടങ്ങളിൽ 200-നും 250 രൂപയ്ക്കും മുരിങ്ങയ്ക്ക് കിട്ടുന്നുണ്ടെന്നും വ്യാപാരികൾ വ്യക്തമാക്കി. അതേസമയം 500 രൂപ വരെ വിലയുണ്ടായിരുന്ന വെളുത്തുള്ളി കിലോയ്ക്ക് 150 രൂപയായി കുറഞ്ഞു. ഉരുളക്കിഴങ്ങ് ഗ്രേഡ് അനുസരിച്ച് 25 മുതൽ 50 രൂപ വരെയാണ്. സവാള കിലോയ്ക്ക് 20 രൂപയാണ് മൊത്തവില. ഒരാഴ്ചക്കിടെയായി പലപ്പോഴായി 10-15 രൂപ വീതം വർദ്ധിച്ച് ഹൈബ്രിഡ് തക്കാളിക്ക് കിലോയ്ക്ക് 80 രൂപ വരെ എത്തി. 100 രൂപ വരെ എത്തുമെന്നാണ് പ്രവചനം. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലെ മഴക്കെടുതിയും വിലവർധനയ്ക്ക് കാരണമായി. എല്ലാ വർഷവും ഈ സീസണിൽ വില ഉയരാറുണ്ടെന്നും കച്ചവടക്കാർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റബ്ബർ ഉൽപ്പന്നങ്ങൾക്കായി റബ്ബർ ബോർഡ് സംഘടിപ്പിക്കുന്ന വെർച്വൽ ട്രേഡ് ഫെയറിന്റെ 6ാം പതിപ്പിന് തുടക്കമായി. ത്രിപുര വ്യവസായ വാണിജ്യ മന്ത്രി സന്താന ചാക്മയാണ് അഗർത്തലയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ആഗോള വിപണികളുമായി ഉൽപ്പാദകരെ ബന്ധിപ്പിക്കുന്നതിലൂടെ റബ്ബർ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, ഉൽപ്പാദന മേഖല താഴെത്തട്ട് വരെയുള്ള മുഴുവൻ റബ്ബർ വ്യവസായ മൂല്യ ശൃംഖലയിലുമുള്ള സുസ്ഥിര രീതികളെ പ്രോത്സാഹിപ്പിക്കുന്നു. റബ്ബർ ഉൽപ്പാദനത്തോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത എടുത്തുകാണിക്കുന്ന ഭാരത് സുസ്ഥിര പ്രകൃതിദത്ത റബ്ബർ എന്ന ആശയത്തിൽ ഈ പരിപാടി പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആഭ്യന്തര അന്തർദേശീയ വിപണികളിൽ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി റബ്ബർ ബോർഡ് 2021 വെർച്വൽ ട്രേഡ് ഫെയറിന് തുടക്കമിട്ടത്. ആഭ്യന്തര അന്തർദേശീയ വാങ്ങുന്നവർക്ക് മുന്നിൽ ഇന്ത്യൻ റബ്ബർ ഉൽപ്പന്ന നിർമ്മാതാക്കൾക്ക് നൂതനാശയങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള അവസരമാണ് ഫെയറിലൂടെ ലഭിക്കുന്നത്. റബ്ബർ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി സാധ്യതയുള്ളവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണിത്. വാങ്ങുന്നവർക്ക് ഈ സ്റ്റാളുകളിൽ വെർച്വലായി പ്രവേശിക്കാനും വിൽപ്പനക്കാരുമായി ചർച്ച നടത്താനും കഴിയും. അതുവഴി നിർമ്മാതാക്കൾ, കയറ്റുമതിക്കാർ, സാധ്യതയുള്ള നിക്ഷേപകർ എന്നിവർക്കിടയിൽ നെറ്റ്വർക്കിംഗ് അവസരങ്ങൾ വളർത്തിയെടുക്കുവാനും റബ്ബർ വ്യവസായ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും കഴിയും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഖാരിഫ് സീസണിലെ ഭക്ഷ്യ ഉൽപ്പാദനത്തിന് നേട്ടമായി അധിക മഴ. അരി, ചോളം എന്നിവയടക്കമുള്ളവയുടെ ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിച്ചു. ഈ വർഷത്തെ മികച്ച മൺസൂൺ മഴ ഇന്ത്യയുടെ ഖാരിഫ് ഭക്ഷ്യധാന്യ ഉൽപ്പാദനം റെക്കോർഡ് 173.33 ദശലക്ഷം ടണ്ണായി ഉയർത്തി. കഴിഞ്ഞ വർഷത്തെ 169.4 ദശലക്ഷം ടണ്ണിനേക്കാൾ 3.87 ദശലക്ഷം ടൺ കൂടുതലാണ് ഇത്തവണ. പ്രധാനമായും അരിയുടെയും ചോളം ഉൽപ്പാദനത്തിലെയും വർധനവാണ് നേട്ടത്തിന് കാരണം. ചില പ്രദേശങ്ങളിൽ അമിതമായ മഴ വിളകൾക്ക് നാശനഷ്ടമുണ്ടാക്കിയെങ്കിലും മിക്ക പ്രദേശങ്ങളിലും ശക്തമായ മൺസൂൺ മൊത്തത്തിലുള്ള വളർച്ചയെ സഹായിച്ചുവെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞു.
കേന്ദ്ര കണക്കുകൾ പ്രകാരം 2025-26 ഖാരിഫ് അരി ഉൽപ്പാദനം 124.504 ദശലക്ഷം ടണ്ണാണ് കണക്കാക്കപ്പെടുന്നത്. ചോളം ഉൽപ്പാദനം 28.303 ദശലക്ഷം ടണ്ണുമാണ്. അതേസമയം മഹാരാഷ്ട്ര, കർണാടക, മധ്യപ്രദേശ്, രാജസ്ഥാന്റെ ചില ഭാഗങ്ങളിൽ ഉണ്ടായ കനത്ത മഴ പയർവർഗ്ഗങ്ങളെയും എണ്ണക്കുരുക്കളെയും ബാധിച്ചു. ഒക്ടോബറിൽ ഉണ്ടായ മോൺത ചുഴലിക്കാറ്റ് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും പരുത്തിവിളകളെയും ബാധിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. റബ്ബർ RSS 4 207.8, RSS 5 202.75, ലാറ്റക്സ് 142.05, ജാതിക്ക 330, ജാതി പത്രി 2100, ഗ്രാമ്പു 900, വെളിച്ചെണ്ണ 34,600, കൊപ്ര 22,500, ചുക്ക് 24,000, കുരുമുളക് ഗാർബിൾഡ് 71,300, കുരുമുളക് അൺഗാർബിൾഡ് 69,300, ഏലയ്ക്ക 2,300 മുതൽ 2,400 വരെ.